എല്ലാവർക്കും സിദ്ധൂസ് വേളിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ സൗദി അറേബ്യയിലെ ഫിഷ് മാർക്കറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, അത് റെഡ് സീ ആണ് ഗൈസ്. അത് റെഡ് സീ ആണ്. അവിടെ ഇത് ചെറിയൊരു ഭാഗമാണ്, ലേക്ക് പോലത്തെ ഒരു ഭാഗം. അങ്ങോട്ട് വരുമ്പോഴാണ് വലിയ സീ ഉള്ള. പിന്നെ അവിടെ പ്രാവൊക്കെ ഉണ്ട് ഗൈസ്. ഇതാണ് ഫിഷ് മാർക്കറ്റ്. നമ്മള് ഈ വഴി അകത്തോട്ട് കയറിപ്പോകും. ഓക്കെ, ഇതാണ് അകത്തോട്ട് കയറിയാൽ നമുക്ക് കാണാവുന്ന. ഇതിപ്പോ ജിദ്ദയിലാണ് ഫിഷിന്. ഞാൻ നിങ്ങൾക്ക് ഫിഷിനെ കാണിച്ചു തരാം. അടിപൊളി ഫിഷാണ് ഗൈസ്. ഇവിടെ ലോകത്തുള്ള എല്ലാ തരം ഫിഷ് ഉണ്ടെന്നാണ് ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞത്. എന്തുവന്ന് നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, ഇവിടെ ഞണ്ടും കടലൊക്കെ ഇരിക്കുന്നുണ്ട്. വലിയ വലിയ മീനിന്റെ സെക്ഷനിലോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ശബ്ദം ഇവിടെ. നമ്മുടെ നാട്ടിലെ കൂട്ട് തന്നെ ഒരുപാട് വലിയ മീനാണ്. ഇത് വലുതാണ്, വലിയ മീന്. ഇവിടെ ഞണ്ടുണ്ട്. പിന്നെ വേറെ തരം കുഞ്ഞു മീനുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് കുറെ കളർ ഫിഷ്. പിന്നെ ഇവിടെ നോക്കിയാൽ വലിയ ബോഡി ഷേപ്പുള്ള ഫിഷിനൊക്കെ കാണാൻ പറ്റും. ഇങ്ങോട്ട് പോയാൽ ഡ്രെയിനേജ് ഒക്കെ കാണാം. എന്നിട്ട് ഈ ഫിഷിനെ കണ്ടോ ഗൈസ്? ഈ ഫിഷിനെ ജീവനുള്ള ഫിഷാണുണ്ട് ഗൈസ്. ഇതിനെ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ ജീവനുള്ള മീനെ മേടിക്കോ. ആ കയറി കിടക്കുന്ന മീനാണ്. അപ്പൊ ഇച്ചിരി വെള്ളം തരാൻ പറയണേ, അല്ലെങ്കിൽ അത് ശ്വാസം മുടിച്ചെത്തു. ഓക്കേ, നിങ്ങള് മീനെ പിടിക്കാൻ പോവുകയാണ്. നമുക്ക് വേണ്ടി അവര് മീനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെവിയാണ്. നമുക്ക് വേണ്ടി അത് കാണണ്ട ഗൈസ്. ചാടി പുറത്ത് വന്നിട്ടുണ്ട്. അപ്പതുകൊണ്ട് കിലോ ഒക്കെ നോക്കുന്നുണ്ട്. ഇവിടെ വേറെ തരം കളറുള്ള ഫിഷൊക്കെ ഉണ്ട്. ഇത് ആർട്ടിഫിഷ്യൽ കളറല്ല, ശരിക്കുള്ളതാണ്. ഇവിടെ ഒരു ജീവനുള്ള ഫിഷുണ്ട്. അതിനെ വലയെന്ന് വരും. അപ്പൊ ഈ ജീവനുള്ള ഫിഷിനെ തിരിച്ചെടുത്ത് ഇടാൻ പറ്റേ, അല്ലെങ്കിൽ അത് ചത്തുവും. അതിന് കുടുംബത്തോടെ എന്നോടെന്ത് ആ ഫിഷിന്റെ ഫോട്ടോ ആണ്. അതിന്റെ കണ്ണ് ഉണ്ട്. ഓക്കെ, അതിനെ പിടിച്ച് തിരിച്ചിട്ട് ഗൈസ്. അപ്പൊ അതിന് ജീവൻ ആയി. ഓക്കെ ഗൈസ്, അപ്പം ജീവനുള്ള മീനാണ്. സിലോപ്പി ജീവനുള്ളതിനെ മേടിച്ചിട്ടുണ്ട്. പപ്പയും അമ്മയും കൊണ്ടുപോകുന്നു. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പോയിക്കും കഴിച്ചു. കിടു മലയാളിയാണ്. ഇവിടെ വെള്ളം ഒഴിക്കാറുണ്ട് ഗൈസ്. വെള്ളച്ചാട്ടത്തിലേക്ക് ഡേർട്ടി വാച്ചുമാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഇവിടെ മീനെ കട്ട് ചെയ്ത് പീസാക്കി വെച്ചിട്ടുണ്ട്. നല്ല മീന. ഹലോ അമ്മ, ഹലോ. ഞാൻ കാണിച്ചോട്ടെ. പാവം ഗൈസ്, ചത്തു ഇതൊന്ന് ഇല്ല, ഒരെണ്ണം മാത്രം.
പറഞ്ഞേ. ഓ ഡബിൾ പാക്കിങ് ഇഷ്ടംമാര് തോണ്ടേ. അതാണ് മീന് ഡബിൾ പാക്ക്. ഒരെണ്ണം ശ്വാസം വലിക്കുന്നുണ്ട്. പക്ഷെങ്കിലും വെള്ളം ഇടാൻ ഇവർക്ക് കഴിഞ്ഞില്ലല്ലോ ദൈവമേ. കെട്ടല് ജീവനുണ്ടെന്ന്. പക്ഷെ അതിന് ജീവനില്ല ഗായ്സ്. ഓക്കെ ഗായ്സ്, ഇതിന്റെ വീൺ ഇതിന്റെ മുള്ള് പുറത്ത് വന്ന്. അമ്മ നമുക്ക് ചെടവലൊക്കെ കളഞ്ഞാണ്. ഇതിന്റെ മുള്ള് പുറത്ത് വന്ന് കാണിച്ചു. അപ്പൊ ഇവിടെ എല്ലാം വെള്ളമാണ്. മലയാളി ചേട്ടനാണ്. മീൻ്റെ ചെതമ്പള് ഇറങ്ങി വരും. ഓക്കെ, ഇവിടെ വലിയ മീനൊക്കെ ഉണ്ട് ഗൈസ്. സെന്റർ ഫിഷ് മാർക്കറ്റ് അല്ലേ? ഈ മാർക്കറ്റിന്റെ പേരാണ് സെന്റർ ഫിഷ് മാർക്കറ്റ്. ഇവിടെ എല്ലാ മീനും കിട്ടും. നിങ്ങളെ വീഡിയോ എടുക്കുകയാണ്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനാണ്. ജിഹാൻ അങ്കിളാണ് അങ്കിൾ മീനെല്ലാം കട്ട് ചെയ്ത് തന്നത്. പിന്നെ നിസാർ അങ്കിൾ 43 ആണ് നമ്മളെ ഷോപ്പ് നമ്പർ. ഇവിടെ ഫ്രഷ് കിംഫിഷ് ഉണ്ടാവും, ഫ്രഷ് ആവൂല്, ഫ്രഷ് ബയാള്, പാരമീന്, വറ്റമീന്, വെള്ളക്കേര, എല്ലാ ഐറ്റംസും ഉണ്ടാവും. നമ്മളെ ചെക്കിന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ സൽമൂൺ മുദീറാണ്. ഇത് സലീം ഭായ് മൂപ്പര് നോർവേയിൽ നിന്ന് ഡയറക്റ്റ് സൽമൂൺ ഇറക്കുന്ന. ഈ മാർക്കറ്റിൽ എല്ലാ ഫിഷും അവൈലബിൾ ആണ്. ഐക്കോറുണ്ട്, മത്തിയുണ്ട്, അയിലുണ്ട്, എല്ലാ ആവോയിലുണ്ട്, പാര, അമൂറ്, സൗദി ഫിഷ് ഐറ്റംസ് എല്ലാം ഉണ്ട്, കേരള ഫിഷ് ഐറ്റംസ് എല്ലാം ഉണ്ട്. എല്ലാ ഫിഷും നമ്മളെ ജിദ്ദ സെൻട്രൽ ഫിഷ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, നമ്മുടെ ഷോപ്പ് നമ്പർ 43 ആണ്. എല്ലാവരും മീൻ മേടിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ മേടിക്കണം. അങ്കിള് നമ്മളെ ഫ്രണ്ടാണ്, സബ്സ്ക്രൈബർ ആണ്. ഈ 3 പേര് നമ്മുടെ സബ്സ്ക്രൈബർ ആണ്. അപ്പൊ ഇതാണ് നമ്മളെ മീൻ വെട്ടുന്ന സ്ഥലം. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മള് മേടിച്ച മീൻ ഇവിടെ കൊണ്ടു തന്ന അവര് വെട്ടിത്തരും ഗൈസ്. പക്ഷെ ഒരുപാട് നേരം എടുക്കുക. ഇവിടെ ആൾക്കാരിക്കും ഏതാണെന്ന് പറഞ്ഞാൽ മതി. സപ്പോ തേണ്ട ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഷിപ്പിലോട് കൊണ്ടുവന്നതാണ്. ഇത് ഷിപ്പാണ് കേട്ടാ. ഇവിടെ എപ്പോഴും റോഡ് വരും. അതിന്റെ അപ്പുറത്ത് റെഡ് സീ ആണ് ഗൈസ്. വേണ്ട, ഇവിടെ സീ ഉണ്ട്. ഇത് ചെറിയൊരു ലേക്ക് പോലത്തെ സംഭവം. പക്ഷെ അതൊരു പാലം പോലത്തെ ഒരു സാധനം. അത് കഴിഞ്ഞാൽ റെഡ് സീ ആണ് ഗൈസ്. ഇവിടെ എപ്പോഴും എന്തുവാ ഷിപ്പൊക്കെ ഒന്ന് ലോഡൊക്കെ കളക്ട് ചെയ്യുന്ന ഇവിടാണ്. ഇത് നമ്മുടെ മാർക്കറ്റിലോട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പൊ നമ്മള് ലേക്കിന്റെ അവിടെ നിൽക്കുകയാണ്. അവിടെ വേറെ ഒരു മീൻ ചത്തി കിടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. വേറെ മീൻ ചത്തി കിടക്കുന്ന ഇതുകൊണ്ട് ഗൈസ് ഒരു വെള്ള സാധനം കണ്ട. എന്നിട്ട് ഇവിടെ മീനുണ്ട് ഗൈസ്. ഗൈസ് അപ്പൊ നമ്മൾ അലിഗേറ്ററിനെ കണ്ട്. ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യും, ഇത് അലിഗേറ്റർ കാണാനോ അല്ലയോ? ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യണം. എനിക്ക് ഇത് എന്താ നിങ്ങൾ തന്നെ പറയണം ഇത് അലിഗേറ്റർ കാറാണെന്ന്. ഞങ്ങൾ ബെറ്റ് വെക്കുകയാണ് 20 സബ്സ്ക്രൈബേഴ്സ്. ചീല മീനൊന്നും അല്ല ഇത് ഗൈസ്. ഇത് അലിഗേറ്ററിന്റെ സ്പോട്ടഡ് കാറാണ് ഗൈസ്. ഇത് അലിഗേറ്റർ കാറല്ലേ? നിങ്ങൾ കമന്റ് ചെയ്യണം. ഒരിക്കലും കമന്റ് ചെയ്യാൻ മറക്കല്. ഇത് അലിഗേറ്റർ കാറാണെന്ന് നിങ്ങൾ തന്നെ പറയണം. അതിന്റെ ചൂട് കൂടുതലിരിക്കുന്നുണ്ടോ? അലിഗേറ്റർ കാർ ഒരുമിച്ച് കണ്ടോ 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 തോണ്ട് അവര് നീന്തി വരുന്നുണ്ടോ സിദ്ധു? ഒരുമിച്ച് വരുന്നു. നോട്ട് 3 ഗ്രൂപ്പ് ഓഫ് ഫിഷ് എന്തോ സിത്താര പറയുന്നേ? ക്ലാസ് സ്കൂള്. സ്കൂൾ ഓഫ് ഫിഷ് ഗായ്സ്, സ്കൂൾ ഓഫ് ഫിഷ്. അയ്യോ ദേണ്ടേ സ്കൂള് നന്നായി ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് ഈ ഫോണില്. ഗൈസ് അത് അലിഗേറ്റർ കാറാണ് ഗൈസ്. അത് അലിഗേറ്റർ കാറാണ് ഗൈസ്. അതെനിക്ക് ഉറപ്പ് അത് അലിഗേറ്റർ കാർ തന്നെയാണ്.
നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾ കമന്റ് ചെയ്താലേ വിശ്വസിക്കും. fishing ഫിഷിംഗ് ബോട്ട് പോകുന്നുണ്ട് ഗായ്സ്. അപ്പൊ നമ്മള് എന്തുവാ ഫിഷ് ഷോപ്പില് ഫിഷൊക്കെ മേടിച്ച് പപ്പ ഒരു തെർമോക്കോൾ മേടിച്ചു. പപ്പേ ആ തെർമോക്കോൾ ബോക്സ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊന്ന് കാണിച്ചു കൊടുത്തേ ഗായ്സ്. ഇതാണ് തെർമോക്കോൾ ബോക്സ്. മീൻ ചീഞ്ഞു പോയിരിക്കാൻ വേണ്ടി അപ്പൊ കാറില് വെള്ളം തന്നെ ഇരിക്കാൻ വേണ്ടിയാണ് ബുദ്ധിപരമായിട്ട് ഈ ബോക്സ് എടുത്തേക്കുന്നത്. ഓക്കെ, നമ്മള് പപ്പയുടെ പുറകെ ഇടുകയാണ്. ഈ ബോക്സ് നമുക്ക് കാറിന്റെ പുറകെ ചെയ്യാനും ചെയ്യാം. ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മൾ ഇറങ്ങുന്ന വഴിയില് വെള്ളം കളിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഫിഷ് മേടിക്കുന്ന കടയിലൊക്കെ തീരാനായിട്ടുണ്ട്. അപ്പൊ ഇന്ന് നല്ല വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ സിദ്ധാർത്ഥ്.